നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ മോരികറിയാണ്. പച്ചക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പച്ചക്കായും കുറച്ച് കുമ്പളങ്ങയും കൂടെ കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കഴുകിയിട്ടാണ് കട്ട് ചെയ്തത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ഒഴിച്ചു കൊടുക്കുക. കഷ്ണത്തിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കർ അടച്ചുവെച്ച് 3 വിസിലടിക്കുക. തേങ്ങ, വെളുത്തുള്ളി, ചെറിയുള്ളി, ചെറിയ ജീരകം, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരയണം. ഇതുപോലെ ആക്കിയെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കരുത്. അപ്പൊ അറിഞ്ഞിട്ടില്ല. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് ഞാൻ ആ തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല പുളിയുള്ള മോര് ഒഴിച്ചു കൊടുക്കാം. മോരില്ലെങ്കിൽ തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതേ മോര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് ചൂടാക്കാൻ നിൽക്കരുത്, തിളപ്പിക്കാൻ നിൽക്കരുത്. നന്നായിട്ടൊന്ന് ചൂടാക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണയിൽ കുറച്ച് കടുക്, കുറച്ച് ചെറുള്ളി, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് തൂമിക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവയാണ്, അതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ മോര് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യും.